നമ്മൾ നെറ്റിയിൽ എങ്ങനെയാണ് പ്രസാദം ധരിക്കേണ്ടത്? വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ പ്രസാദം ചന്ദനമാണ് അധികവും കിട്ടുന്നത്. അധികവുമല്ല, ചന്ദനമാണ് കിട്ടുന്നത്. ശരിയായ രീതിയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ചന്ദനം ധരിക്കുമ്പോൾ ഇങ്ങനെ മോളിലോട്ട് 3 ഗോപി, അതാണ് പൂർണ്ണ വിഷ്ണു ക്ഷേത്ര പ്രസാദ ധാരണം. നമ്മൾ ഈ കേരളത്തിന് പുറത്ത് ചില വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ പൂജാരിമാരിങ്ങനെ 3 ഗോപി ധരിച്ച് നടക്കുന്നത് കാണാം. വൈഷ്ണവരുടെ ഒരു ലക്ഷണമാണത്. ഇനി 3 ഗോപി ഇല്ലെങ്കിൽ 1 ഗോപി ഇങ്ങനെ മോളിലോട്ട്, നമ്മുടെ പുരികത്തിൻ്റെ മധ്യത്തിൽ നിന്ന് മോളിലോട്ട് ഗോപി കുറിയായിട്ട് തൊടണമെന്നാണ് അതിൻ്റെ വിധി. എല്ലായിടത്തും അങ്ങനെ ധരിക്കാറില്ല. പിന്നെ നമ്മളിപ്പം രാവിലെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലത്തിൽ പോയിട്ട് ഈ 3 ഗോപിയോ അല്ലെ 1 ഗോപിയോ ഒക്കെ ധരിച്ച് ജോലിക്ക് പോവുക, ഓഫീസിൽ പോവുക എന്നൊക്കെ ചെയ്യാൻ കുറച്ച് മടി വരും. എന്തോ ഒരു പ്രത്യേക രീതി കുറിയൊക്കെ തൊട്ട് പോകാൻ ഒരു അനൗചിത്യം പോലെ ചിലർക്ക് തോന്നാം. ശിവക്ഷേത്രത്തിലെ പ്രസാദധാരണം എന്ന് പറയുന്നത് ത്രിപുണ്ഡ്രധാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭസ്മം വെള്ളത്തിൽ കുഴച്ച് 3 വിരൽ മുക്കി ഇങ്ങനെ തൊടും. ആ 3 ഭസ്മക്കുറി ഇല്ലെങ്കിലും നമ്മളൊരു ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭസ്മം വെള്ളത്തിൽ നനച്ച് തൊടാനും എപ്പോഴും പറ്റണമെന്നില്ല, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. ഭസ്മം എടുത്ത് ഇങ്ങനെ 1 കുറി തൊട്ട് പോകാം. അതാണ് ശിവക്ഷേത്രത്തിലെ പ്രസാദധാരണ വിധി. അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. 3 കുറി തൊട്ടുകൊണ്ട് പൂജാരിമാരെങ്ങനെ തൊടുമെങ്കിലും സാധാരണ ജീവിതത്തിലോട്ട് പോകുന്നവൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഈ 3 കുറിയും തൊട്ട് വെളിയിലിറങ്ങി നടക്കുന്നതിൻ്റെ അകത്ത് സ്വല്പം ഒരു മടി വരും. അടുത്തത് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ തിലകധാരണമാണ് പറയുന്നത്. ചന്ദനത്തോടൊപ്പം കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം കാണും. അത് ഇപ്പോൾ തൊട്ടിരിക്കുന്ന പോലെ 2 പുരികങ്ങളുടെ മധ്യത്തിലാണ് തിലകസ്ഥാനം. അപ്പോൾ ആ തിലകസ്ഥാനത്ത് 1 വിരൽ കൊണ്ട് ധരിക്കുക. അതാണ് ദേവീക്ഷേത്രങ്ങളുടെ പ്രസാദധാരണം. സുബ്രഹ്മണ്യൻ, ഗണപതി, ശാസ്താവ് തുടങ്ങിയ മൂർത്തികൾക്ക് 1 വിരൽ കൊണ്ട് 1 കുറിയായിട്ട് ഇടത്തുനിന്ന് വലത്തോട്ട് തൊടാം.